ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കൊടുചൂടത്ത് വേനൽ മഴയൊക്കെ കിട്ടി ചെറിയൊരു ആശ്വാസത്തിലായിരിക്കുമല്ലേ എല്ലാവരും. അപ്പോൾ ഇങ്ങനെ മഴയുള്ള വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മുടെ ചേമ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇത് കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. എനിക്ക് കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ ഈ ഒരു ചാനലിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ ഞാൻ എന്താ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 പീസ് ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കണം. ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇപ്പൊ ഞാൻ ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഒരു വലിപ്പത്തിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ എന്താ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ നാടൻ രീതിയിൽ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ ഇത് നമുക്ക് ചട്ടിയിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഇതുപോലെ നാടൻ രീതിയിലൊക്കെ കുക്ക് ചെയ്തെടുക്കണം എന്ന് കരുതിയിട്ട് ചട്ടിയിലൊക്കെ വേവിക്കുന്നതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വേവിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിയിലോട്ട് പിടിക്കും കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ടൈമിൽ അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു ചേമ്പ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. പിന്നെ ഈ ഒരു വെള്ളം കൂടിപ്പോയെന്ന് കരുതി വിഷമിക്കേണ്ട, നമുക്ക് ഈ ഒരു വെള്ളം ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ ഇതാ ചേമ്പ് മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ചേമ്പിലോട്ട് ഞാനൊരു അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് അതൊന്ന് വെന്ത് വരുന്ന ടൈം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇതിലോട്ട് പച്ചമുളക് എരിവ് കൂടിയാലും പ്രശ്നമാണ്, ചേമ്പാണ്, പെട്ടെന്ന് എരിവ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകിയിരിക്കുന്നതാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നേർപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു ടൈം തന്നെ ചേമ്പ് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് ഉടച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇപ്പൊ ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഈ ഒരു കട്ടി മാത്രം മതി കേട്ടോ. പിന്നെ ഇത് ഒന്നുകൂടി ഒന്ന് കുറുകും, ചട്ടിയിലായതുകൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് കുറുകും. പിന്നെ അത് മാത്രമല്ല, ചേമ്പായതുകൊണ്ട് തന്നെ തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആവും കേട്ടോ. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറിവേപ്പില നിർബന്ധമാണ് കേട്ടോ. ഒരു കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നിർബന്ധമായിട്ടും കറിവേപ്പില ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ പ്രത്യേകമായിട്ട് താളിച്ചൊഴിക്കുന്നൊന്നുമില്ല. ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മുടെ ചേമ്പ് വെച്ചിട്ടുള്ള നാടൻ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ചേമ്പൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചേമ്പ്, കപ്പ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.
അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.